SRH അടിച്ച് വരത്തിന്റെ ബാക്കി ഇന്ന് ഞങ്ങളായിരുന്നു കിട്ടും. ഞങ്ങളെ ചെക്കനെ തോൽക്കാനായിട്ട് ആരാണ് അടുത്ത ലൈനിൽ ആരാണെന്ന് ഇങ്ങനെ കാത്തു എന്നിട്ട് തോൽക്കില്ലേ? ഇപ്പൊ ഗ്രൗണ്ടിൽ ഇറങ്ങണ ചെക്കനെ കൊണ്ട് സെഞ്ചുറി അടിപ്പിച്ചാനാണോ അതോ ജയിച്ചാനാണോ? ചെക്കൻ സെഞ്ചുറി അടിക്കും, ടീം തോറ്റോ നോക്കണില്ല. കഴിഞ്ഞ കളിയിൽ തോറ്റ അതിന് മുമ്പത്തെ കളിയൊക്കെ ജയിച്ചേക്കാണ്. മുമ്പത്തെ കളി ഒക്കെ ജയിച്ചിട്ടൊന്നുമില്ല. 3 കളിയായി ഇപ്പൊ നിങ്ങൾ തോൽക്കണേ. അത് നിങ്ങൾ നോക്കിച്ചോളി. ഞങ്ങള് ഫുൾ ജയിച്ച ടീം, ഒരേ ഒരു ടീം. ആദ്യത്തെ തോൽവി ഞങ്ങളെ കൈകൊണ്ടാണ്. നിങ്ങൾ മുട്ടിയിട്ടില്ല. ചെറിയ ചെക്കന്റെ അടി കൊണ്ട് നിങ്ങൾ വമ്പും പറഞ്ഞേ. നിങ്ങളെക്കാളും വലിയൊരു വന്നിട്ട് ആയിട്ടില്ല. വലിയ ഓസ്ട്രേലിയൻ വമ്പ് പറഞ്ഞ ടീമല്ലത്. DC വലിയ വമ്പ് വന്നീന്ന്. ഞങ്ങൾക്കതൊരു വിഷയം. 16 വയസ്സുള്ള ചെക്കന്റെ കയ്യിൽ നിന്ന് കിട്ടി ഒരു കാര്യമില്ല. ഇതല്ല എന്നിട്ട് ഇപ്പൊ കിട്ടിയോളോ എവിടെങ്ങൾ ജയിച്ചത്? കഴിഞ്ഞ ഒരു 5 കളി എടുത്ത് നോക്കിയാല് 3 എണ്ണം പൊട്ടിക്കാണ്. എന്നിട്ടാണ് ഇപ്പൊ ഈ വലിയ വർത്താനം. ഞങ്ങൾ അങ്ങനല്ല, കളിച്ച കളികളെല്ലാം ജയിച്ചേക്ക. ആകെ മഴ ചെയ്താണ്ട് ഒരു പോയിന്റ് ഒലിച്ചു പോയി എന്നല്ലാതെ ബാക്കിയെല്ലാം ഞങ്ങൾ വാരി കൂട്ടിക്കാണ്. നിങ്ങൾക്ക് ഒരു ചെക്കനല്ല പറയുള്ളൂ, ഞങ്ങൾക്ക് ഇവിടെ കൊട്ടക്കണക്കിനാണ്. ഞങ്ങൾക്ക് ഒരു ചെക്കനല്ല, പിന്നത്തെ ജയ്സ്വാളില്ലേ? ആ ജയ്സ്വാളൊന്നും ഇപ്പൊ ഒരു സോളും ഇല്ല. ചെറിയൊരു ചെറിയതല്ല, വലിയ പിന്നെ പരാഗ് അയാളൊക്കെ എന്തിനു ക്യാപ്റ്റനാക്കി മൂപ്പർക്കും അറിയില്ല, ടീമിനും അറിയില്ല, ആർക്കൊക്കെ ബോളിംഗ് കൊടുക്കണ്ടെന്ന് അറിയാതെ മൂപ്പര്. ജഡേജക്കാളും മുമ്പ് മൂപ്പർ തന്നെ വന്നിട്ട് അങ്ങോട്ട് ഏറിയ ജഡേജക്കൊക്കെ ഓരോ ഓവറൊക്കെ കൊടുക്കുക. അങ്ങനെ എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടലാണ്. മുന്നിൽ കുറെ ഓപ്ഷൻ ഉണ്ട്. തോൽക്കാനല്ലേ ഓപ്ഷനുകളാണ്. കഴിഞ്ഞ കളിയിൽ ചെറിയൊരു ചെറിയ മിസ്റ്റേക്ക് ഒന്നുമല്ല. പേരും തോൽവി ക്യാപ്റ്റൻ ഇതെത്താ കാട്ടണ്ടിന്ന് അറിയില്ല. അതേപോലെ അടിപൊളി കിട്ടും. ഇവിടെ ആ പ്രഭ്സിമ്രാനും പ്രിയാൻ ചാരി അടിച്ചാല് ആ ചങ്ങായിമാർക്ക് ഭ്രാന്താണ്. തോൽവി പറഞ്ഞിട്ടില്ലല്ലോ, അതാണ് പ്രശ്നം. കുറവുകളൊന്നും നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് കുറവുകളൊന്നും അറിയില്ല നിങ്ങളെ ടീമിന്റെ. ഇല്ലാത്ത കുറവെങ്ങനെ അറിയാനുള്ളൂ. തോൽക്കുന്നതോട് കൂടി നിങ്ങളെ ടീം ഒരു പൊള്ള ടീമാണെന്ന് മനസ്സിലാവും. 264 റൺസാണ് കഴിഞ്ഞ കളി ചേസ് ചെയ്തത്. 3-4 റൺസിന്റെ പിച്ചും കണക്കന്നെ പറയാം. ഇവിടെ ഇതുവരെ കളിച്ച എല്ലാ ആർച്ചറിനെ ഇതുവരെ നേരിട്ടിട്ടില്ല. ആർച്ചറിന്റെ തീയുണ്ടൊക്കെ കണ്ടാലുണ്ടല്ലോ അടിച്ച് അച്ചാറാക്കും. പ്രഭ്സിമ്രാൻ സിംഗിന്റെ അടുത്തേക്കൊന്നും ചെല്ലണ്ടെന്ന് പറഞ്ഞാ ചേക്കന്മാരെടുത്തിട്ട് അലക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും കിട്ടുന്നതാണ്. ഇനി വെറുതെ പിന്നെ ആകെ ഇതാവും. ഞാൻ കളി തന്നെ വെറുത്തു പോകും. കളിച്ചാൽ പോകും ആർച്ചർ. അമ്മാരി കിട്ടിയതാണ്. അതൊന്നൊരു വിഷയം. ഈ കാലത്ത് ബൗളേഴ്സിന് എല്ലാം അടിയിട്ടും, പക്ഷെ തിരിച്ചു വരലാണ് കാര്യം. ഒരു ശരിയാണ്. ഇനിയിപ്പോ തിരിച്ച് ഇംഗ്ലണ്ടിക്ക് പോകാനായിക്കാരും ഇതിപ്പോ ഇന്ത്യൻ ടീമിൽ പോലും കളിച്ചാത്ത പ്രഭ്സിമ്രാനും പ്രിയാൻ സാരിയും കൂടിയാണ് തുടങ്ങും. പിന്നെ ഞങ്ങള് മറ്റേ ഓസ്ട്രേലിയക്കാരൻ സൂപ്പർ കനോലി വരും. പിന്നെ നിങ്ങൾ ഓസ്ട്രേലിയന്റെ വമ്പും പറഞ്ഞുകാണ്ട് നിന്നോളി. ഞങ്ങൾ ചെറിയ സൗത്ത് ആഫ്രിക്കത്തെ ചെക്കന്റെ അടി കൊണ്ടുകണ്ടല്ലോ. എല്ലാരും കൂടി അങ്ങ് ചേർന്നുകാണ്ടേ ഇന്ന് ഇങ്ങനെ കണ്ടാക്കും. ഇനിയിപ്പോ ഇന്ത്യൻ ചെക്കന്റെ കളിയൊക്കെ ഇന്ന് കാണാം. ഇന്ന് ഗോൾഡൻ ഡക്കോ അല്ലെങ്കിൽ 10 റണ്ണിനുള്ളിൽ മൂപ്പര് പോകും. മൂപ്പര് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് റണ്ണും ഇല്ല. ഇതാണ് നിങ്ങളുടെ അവസ്ഥ. മൂപ്പരെ മാത്രം ആശ്രയിച്ചൊന്നുമല്ല നിൽക്കണ്ടേ. ഞങ്ങള് നന്നായിട്ട് ജയ്സ്വാളും സൂര്യവംശനെ അടിച്ചു കഴിഞ്ഞാണ്ടല്ലേ നിങ്ങൾക്ക് പിന്നെ ഒന്നും കാണൂല. ഫുള്ള് കാണാതെ ഞങ്ങള് നിങ്ങളെ തോൽപ്പിക്കും. PB കേസിനാണ് വെല്ലുവിളിച്ചത്. ഒരു 15 വയസ്സ് ചക്കനും വെച്ചാണ്ട് കാണാൻ വെക്ക്.